ഹലോ, എല്ലാവർക്കും ഹർദേവ്സ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചുരങ്ങ കൊണ്ടുള്ള ഒരു ഗ്യാരലാണ് ഉണ്ടാക്കുന്നത്. ചുരങ്ങ എന്ന് നമ്മൾ സോറക്കായ എന്ന് തെലുങ്കിൽ പറയും, അതുപോലെ തന്നെ ബോട്ടിൽ ഗാർഡ് എന്ന് ഇംഗ്ലീഷിലും പറയപ്പെടുന്നു. ഏകദേശം ഒരു 1 ലിറ്റർ ബോട്ടിലിൻ്റെ അതുപോലെ സൈസുള്ളത് കൊണ്ടായിരിക്കാം ഇതിന് ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഏകദേശം പടവലങ്ങ അതുപോലെ തന്നെ നരമ്പൻ അതിൻ്റെ ഫാമിലിയിൽ പെടുന്ന ഒരു പച്ചക്കറി ഐറ്റമാണ് ഇത്. അപ്പോൾ നമുക്കിത് വെച്ച് ഗ്യാരൽ അഥവാ വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഏകദേശം ഒരു വലിയ ചുരങ്ങ അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം എടുത്തു വയ്ക്കാം. അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഈ ചുരങ്ങയാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ പ്ലേറ്റിൽ വെച്ചത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ അതിൽ ചേർക്കാനുണ്ട് ഗ്യാരൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ചെറിയ ബോണി അല്ലെങ്കിൽ ചെറിയ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇനി ഈ ഗ്രേറ്റ് ചെയ്ത ചുരങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പുമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇവിടെ പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും അരച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ആ ചുരങ്ങയിൽ തന്നെ ആവശ്യത്തിന് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുഴച്ചൊരു പരുവമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി, ഏകദേശം ഒരു 1/2 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം അതും കൂടെ നന്നായിട്ട് കൈ വെച്ച് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാരലാക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം വെള്ളമില്ലാതെ എന്നാൽ ചെറിയ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത്. ഇനി ഇതിനെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒരു കയ്യിൽ വെച്ച് മറ്റേ കൈ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കുക, ഏകദേശം വടയുടെ ഷേപ്പിൽ. എന്നിട്ട് ഇത് അപ്പം തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാമെന്ന് വേണ്ട, അപ്പം തന്നെ എടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ ഉണ്ടയാക്കി നമ്മൾ കയ്യിലെടുക്കുക. അത് മറ്റേ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അതേ നിമിഷം തന്നെ അത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇങ്ങനെ എല്ലാ ഗ്യാരലും നമ്മൾ വറുത്ത് കോരണം. നല്ല ചൂടുള്ള എണ്ണയിൽ വറുത്ത് കോരണം. എണ്ണയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് എണ്ണ ജസ്റ്റ് ഇങ്ങനെ വാർത്തെടുത്ത ശേഷം നമ്മളിത് ഈ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ എല്ലാ ഗ്യാരലും നമ്മൾ ഈ പ്ലേറ്റിലേക്ക് വറുത്ത് കോരി മാറ്റാം. അപ്പം നമ്മുടെ ചുരങ്ങ ഗ്യാരൽ അല്ലെങ്കിൽ സോരക്കായ ഗ്യാരൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് പറയണേ. അപ്പോൾ കൂടുതൽ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്